ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പല ഭക്തന്മാരും ഇവിടെ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പലപ്പോഴും അവർ ഈ കോമ്പൗണ്ടിലേക്ക് കയറി കഴിയുമ്പോൾ നേരെ ശിവഭഗവാന്റെ അടുത്ത് പോയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കബീർദാസ് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈശ്വരൻ അതുപോലെ ഗുരു ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ ഇവരിൽ ആരെയാണ് ആദ്യം നമസ്കരിക്കേണ്ടത്, വണങ്ങേണ്ടത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ യാതൊരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ പറയുകയാണ്, നമ്മൾ ഗുരുവിനെയാണ് ആദ്യം വണങ്ങേണ്ടത്. കാരണം ഇത് ദൈവമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നത് ആണ് ഗുരു. അപ്പോൾ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഏത് ചൈതന്യമാണോ അതാണ് ഗുരു. അതുകൊണ്ട് പല രൂപത്തിലും പല ഗുരുക്കന്മാരും ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴും ഗുരു ഒന്ന് തന്നെയാണ്. രൂപം മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ളത്. കാരണം ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ നമ്മൾ പോകേണ്ടത് ഗുരു വിശ്രമിച്ചിരുന്ന ആ മുറി നമ്മളിപ്പോൾ പൂജാമുറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ എന്നുള്ള മന്ത്രം നിരന്തരം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് വരുന്ന ഭക്തജനങ്ങൾ ചെയ്യേണ്ടുന്നത് അവിടെ വന്ന് പ്രാർത്ഥിക്കുക. ഗുരുവിൻ്റെ മൂലമന്ത്രം ജപിച്ച് മിനിമം ഒരു 27 പ്രാവശ്യമെങ്കിലും അവിടെ ഇരുന്ന് ജപിക്കണം. സമയമുണ്ട് എങ്കിൽ നമ്മൾക്ക് 108 പ്രാവശ്യം ജപിക്കാം. അതിനുശേഷം ദൈവദശകമോ അതുപോലെ ഏതെങ്കിലും കൃതികൾ ചെറുതായിട്ടൊന്ന് പാരായണം ചെയ്യാം. അതിനുശേഷം ഗുരുവിൻ്റെ മുൻപിൽ നമസ്കരിച്ച് ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജൗ ഗുരു സന്നിധൗ, ഗുരുവിൻ്റെ മുൻപിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്യണമെന്നാണ്. കാരണം യാതൊരു ലജ്ജയുമില്ലാതെ ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ നമ്മൾ സാഷ്ടാംഗം പ്രണമിക്കുക. നമ്മുടെ സമർപ്പണമാണ്. നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗുരുവാണ്. ഗുരുവിൻ്റെ വഴികളെയാണ് നമ്മൾ പിന്തുടരുന്നത്. അതുകൊണ്ട് അവിടെ ഗുരുവിനെ നമസ്കരിച്ച് എഴുന്നേറ്റ് നമ്മൾ പോകുന്നത് അവിടെ ഗണപതി ക്ഷേത്രത്തിലേക്കാണ്. അവിടെയും നമ്മൾക്ക് ഗണപതിയുടെ ഓം ഗം ഗണപതയേ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലി നമ്മൾക്ക് ക്ഷേത്രത്തിന് ഒരു 3 വലം വയ്ക്കുമ്പോൾ നമ്മൾ ഈ മന്ത്രം തന്നെയാണ് ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലി അതിനുശേഷമാണ് നമ്മൾ ശിവഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടത്. അവിടെയും നമ്മൾ ചെയ്യേണ്ടുന്നത് ഇതുപോലെ തന്നെ ശിവൻ്റെ മന്ത്രം ജപിക്കണം. ഒരു 27 പ്രാവശ്യം അല്ലെങ്കിൽ 108 പ്രാവശ്യം മന്ത്രം ജപിച്ച് ക്ഷേത്രത്തിന് ഒരു 3 വലം വയ്ക്കാം. സമയമുണ്ടെങ്കിൽ 5 പ്രാവശ്യം ഓം നമഃശിവായ ജപിച്ച് വലം വയ്ക്കണം. വലം വെച്ച് അവിടെ വന്നിരുന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ഒരു ശ്രമം. അതല്ല എങ്കിൽ ഗുരുദേവൻ എഴുതിയിട്ടുള്ള ശിവശതകമോ ശിവപ്രസാദ പഞ്ചകമോ അതുപോലെ ഏതെങ്കിലും കൃതികൾ അവിടെ ഇരുന്ന് നമുക്ക് ചൊല്ലാം. മനഃപാഠം പഠിച്ചിട്ടുള്ളവർക്ക് അതങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമസ്കരിച്ച് നമ്മൾക്ക്
നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രത്യേകിച്ച് ഇവിടെ പരിഹാരക്രിയകൾക്ക് വേണ്ടി വരുന്നവർ, ഹോമങ്ങൾ നടത്തുവാൻ, അതുപോലെ പ്രത്യേക കാര്യസാധ്യത്തിനൊക്കെ വേണ്ടി വരുന്നവർ നിർബന്ധമായിട്ടും ഈ രീതിയിൽ തന്നെ അത് ചെയ്താൽ അതിന് ഗുണം കൂടുതലാണ്. ഇപ്പോൾ ധാര നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട്. അരിയുപ്പുറം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ധാര. ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായിരിക്കുമ്പോൾ തന്നെ ഈ ധാരാ വഴിപാട്, അതായത് വൈകുന്നേരം ഓരോരുത്തരുടെ പേരും നാളും പറഞ്ഞ് നമ്മൾ അവിടെ ധാര വയ്ക്കുകയാണ്. ശിവലിംഗത്തിലേക്ക് ഓരോ തുള്ളി ഇങ്ങനെ ജലം ഇറ്റ് രാത്രി മൊത്തം വീണുകൊണ്ടിരിക്കുക. അത് ധാരയാണ്. ആ ജലം കളക്ട് ചെയ്ത് രാവിലെ ആരുടെ പേരിലാണോ വഴിപാട് എഴുതുന്നത്, മിക്കവാറും മാനസികമായി പിരിമുറുക്കങ്ങളുള്ള, അതല്ലാതെ ദുരന്തങ്ങളുള്ള, ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് കരകയറുവാൻ, മാറുവാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഈ രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ഇരട്ടിക്കും. ഇപ്പോൾ നമ്മൾ 1008 കുടം ജപം, 1008 കുടം ജലം നമ്മൾ അഭിഷേകം ചെയ്യുവാൻ പങ്കെടുക്കുന്നവരും വന്ന് ഈ രീതിയിൽ ഒന്ന് തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഗുണമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏവർക്കും നമസ്കാരം.